ഇന്നലെ ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിച്ചൊരു വലിയ വാർത്തയായിരുന്നു നിലമ്പൂരിൽ നടക്കുന്ന വനം കൊള്ള. ഈ 1,200 ഏക്കർ സ്ഥലം, സർക്കാർ സ്ഥലം, അത് വ്യാജ പട്ടയങ്ങൾ ഉപയോഗിച്ച് ആരോ ഏതോ ഒരു കള്ളപ്പേരിൽ ഇത്രയും ഭൂമി അവിടെ കൊള്ള ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയെ നടുക്കത്തോടെയാണ് നമ്മളൊക്കെയും കേട്ടത്. അതിൻ്റെ തുടർ വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ നിലമ്പൂർ വനം കൊള്ളയുടെ കൂടുതൽ തെളിവുകളുമായി കോട്ടയ്ക്കൽ കിഴക്കേ കോവിലകം പ്രതിനിധി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. സർക്കാർ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി അനുജത്തി തമ്പുരാട്ടിയുടെ പേരിൽ നിർമ്മിച്ച പട്ടയം വ്യാജമാണെന്ന് ബന്ധു കോട്ടയ്ക്കൽ കോവിലകത്തെ ദിലീപ് രാജ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വാക്കുകൾ കേൾക്കാം. ഈ അനുജത്തി തമ്പുരാട്ടി എന്ന് പറഞ്ഞ പേരിലും ചെറിയനുജത്തി തമ്പുരാട്ടി എന്ന് പറഞ്ഞ പേരിലൊക്കെ കുറേ പട്ടയങ്ങൾ ഇങ്ങനെ പോയിട്ടുണ്ട്. നിലമ്പൂർ ഏരിയ, ഫോറസ്റ്റ് ഏരിയ തന്നെ ഒരു 22,000 ഏക്കറോളം നമുക്ക് ആരും എടുക്കാതെ ഇത് ചെയ്തിട്ടുണ്ട് ഭാഗത്തിൽ 64. അതൊക്കെ കള്ളപ്പട്ടയങ്ങളാണ്. ഞങ്ങളതിന് വേണ്ട നിയമ നടപടികളൊക്കെ ചെയ്യാനുള്ള ഏർപ്പാടുകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് അവിടെ ഒരു തരത്തിലും ഭൂമി ഇല്ല. അവര് പത്തപ്പിരിയം ഭാഗത്താണ് അവർക്ക് ഭാഗത്തിൽ കിട്ടിയത്. അത് കഴിഞ്ഞ് അതൊക്കെ അവർ വിറ്റ് ചേർപ്പിലേക്ക്, അവരുടെ ഭർത്താവ് ചേർപ്പിലായിരുന്നു നമ്പൂതിരി. അങ്ങനെ ചേർപ്പിലേക്ക് പോയി, ചേർപ്പിൽ അവർ മരിച്ചത്. അപ്പൊ അതാണ് ദിലീപ് രാജ പറയുന്നത്. തൃശൂർ ചേർപ്പിലെ പഴയടത്ത് മനയിലേക്കാണ് കോട്ടയ്ക്കൽ കിഴക്കേ കോവിലകം അംഗമായ അനുജത്തി തമ്പുരാട്ടി വിവാഹം കഴിച്ചത്. 1982 അവർ മരിച്ചു. മക്കളില്ലെന്നും ദിലീപ് രാജ പറഞ്ഞു. ഭൂമിക്കൊള്ള നടത്താൻ തങ്ങളുടെ കുടുംബാംഗത്തിന്റെ പേരിൽ വ്യാജ പട്ടയം നിർമ്മിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ആലോചിക്കുന്നുണ്ടെന്നും ദിലീപ് രാജ പറയുകയാണ്. ശാന്തകുമാർ വെള്ളാലത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേർന്നുണ്ട്. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. ഇന്നലെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, നിലമ്പൂർ വനമേഖല കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വമ്പൻ ഈ വനഭൂമി കൊള്ളയുടെ നടുക്കുന്ന വിവരങ്ങൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടു. അതിന് പിന്നാലെ അതിൽ ചർച്ചകൾ നടന്നു. ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെ സ്ഥിരീകരിക്കുന്ന പ്രതികരണങ്ങൾ കൂടി വരികയാണ് ഇന്ന്. തീർച്ചയായും സേതു, അത് തന്നെയാണ്. കാരണം 200 ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ പ്രാഥമികമായി വലിയൊരു തട്ടിപ്പ്, അത് വ്യാജ പട്ടയം നിർമ്മിച്ച് നടത്തിയിട്ടുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തുവിട്ടത്. ആ പുറത്തുവിട്ട വാർത്തയിൽ ജന്മിയായി ആ പട്ടയത്തിൽ കാണുന്നത് അനുജത്തി തമ്പുരാട്ടിയാണ്. അവരുടെ അഡ്രസ്സ് അതിനകത്ത് കാണിക്കുന്നത് ചേർപ്പിലാണ്, തൃശ്ശൂരിലാണ്. പക്ഷേ അവർ നിലമ്പൂർ ഈ കോട്ടയ്ക്കൽ കോവിലകത്തു നിന്നും വിവാഹം കഴിച്ച് പോയതാണ് ഈ അനുജത്തി തമ്പുരാട്ടി. പക്ഷേ അവർക്ക് അത്തരത്തിലുള്ള ഒരു ഭൂമിയുമില്ല എന്ന് ആ കുടുംബാംഗം തന്നെ, അതായത് അനുജത്തി തമ്പുരാട്ടിയുടെ ബന്ധു തന്നെ അത് സ്ഥിരീകരിക്കുകയാണ്. അവർക്ക് അത്തരത്തിൽ നിലമ്പൂർ മേഖലയിൽ ഒരു തുണ്ട് ഭൂമിയില്ല. അത് അവരുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് വ്യാജമായി നിർമ്മിച്ചതാണ്. അത്തരം വ്യാജമായി നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളത് കുറച്ചു കാലം മുമ്പാണ് തങ്ങൾ തന്നെ അറിയുന്നതെന്ന് അവർ പറയുന്നുണ്ട്. അതായത് വലിയ തോതിലുള്ള ഒരു തട്ടിപ്പ് ഒരു ബ്രാഹ്മണ കുടുംബാംഗത്തിന്റെ പേരിൽ നടത്തി എന്ന് തന്നെയായിരുന്നു നമ്മൾ നേരത്തെ വാർത്ത നൽകിയിരുന്നത്. അത് ആ കുടുംബം തന്നെ സ്ഥിരീകരിക്കുകയാണ്. അവർക്ക് ഭൂമിയില്ല എന്നും അവരുടെ പേരിൽ നിലമ്പൂർ മേഖലയിൽ ആധാരം അല്ലെങ്കിൽ പട്ടയം നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളത് തങ്ങൾ ഈ അടുത്ത കാലത്ത് മാത്രമാണ് അറിഞ്ഞത് എന്നുള്ളതും. എന്തായാലും അവർ ഈ കാര്യത്തിൽ അവരുടെ ഒരു കുടുംബാംഗത്തിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വ്യാജമായി പട്ടയം നിർമ്മിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് അവരും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു വലിയ വനം കൊള്ളയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് വ്യാപകമായി നിലമ്പൂർ വനമേഖലയിൽ ഇത്തരത്തിൽ ഭൂമി തട്ടിയെടുക്കുകയും ആ ഭൂമി മറിച്ചു വിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും എന്നുള്ളത് വസ്തുതയാണ്. ഇതിനെല്ലാം പുറകിൽ വലിയ ഉദ്യോഗസ്ഥ ലോബി അതിന് പുറകിൽ സഹായത്തിനായി ഭൂമാഫിയയ്ക്കൊപ്പമുണ്ട്. ഈ ഭൂമാഫിയ ദിലീപ് രാജ് അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഈ നടപടിക്ക് ഒരുങ്ങുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇത് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നതിന് മുൻപ് തന്നെ ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പൊ ഇവരൊരു നടപടിക്കൊക്കെ ശ്രമിച്ചിരുന്നോ? ഈ അധികൃതർക്ക് ഇടയിലേക്ക് ഇക്കാര്യങ്ങൾ എത്തിക്കാൻ ഇവർ ശ്രമിച്ചിരുന്നോ? അവർ ഇക്കാര്യം നിയമപരമായ നടപടികളിലേക്കാണ് പോകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവരുടെ ഒരു കുടുംബാംഗത്തിന്റെ പേരിൽ ഇത്തരത്തിൽ വലിയ തോതിൽ ഭൂമി തട്ടിപ്പ് നടക്കുകയും അത് അവരുടെ കുടുംബാംഗത്തിന്റെ പേര് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതായത് അത് ഈ അടുത്ത കാലത്ത് മാത്രമാണ് അവർക്ക് മനസ്സിലാവുന്നത്. അത് സർക്കാരിന്റെയും അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനെല്ലാമുള്ള ശ്രമം ഇപ്പോൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും അതിന്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഈ പേര് ഉപയോഗിച്ചതിന്, ഈ കുടുംബത്തിന്റെ പേര് ഉപയോഗിച്ചതിന് ശക്തമായ ഒരു നിയമ നടപടിയിലേക്ക് തന്നെയാണ് ആ കുടുംബം
ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കേ, എന്തായാലും ശാന്തകുമാർ, അത് വ്യക്തമാണ്. ഈ നോക്കൂ പ്രിയപ്പെട്ട ഭൂമി പ്രേക്ഷകരെ, എന്തോരം വലിയൊരു തട്ടിപ്പ്, എന്ത് വലിയൊരു കൊള്ളയാണ് ഈ നിലമ്പൂർ വനമേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരിക്കുന്നത് എന്നുള്ള 200 ഏക്കർ സ്ഥലമാണ് ഈ വ്യാജ പട്ടയങ്ങൾ ഉണ്ടാക്കി ഓരോരുത്തരുടെയും പേരിലേക്ക് മാറ്റിയിരിക്കുന്നത്. ആ പേരുള്ള ആള് ജീവിച്ചിരിക്കുന്നത് പോലുമില്ല, ആ കുടുംബം പോലും അക്കാര്യങ്ങൾക്ക് അറിയുന്നത് ഈ തൊട്ടടുത്താണ്. ഇനിയിപ്പോൾ അവർ നിയമ നടപടിക്ക് പോകാൻ പോവുകയാണ്. ഇതൊക്കെ ഒരു ഈ നമ്മളെപ്പോഴും പറയില്ല, ഒരു നാട്ടുഭാഷ പോലെ ഒരു വലിയ മഞ്ഞുമലയുടെ ചെറിയ അറ്റമാണെന്നൊക്കെ പറയില്ലേ, ഒരു പക്ഷേ അങ്ങനെയായിരിക്കും ഇത്. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ അന്വേഷിക്കുകയാണെങ്കിൽ ഇതിനും അപ്പുറമുള്ള 200 ഏക്കർ എന്ന് പറയുന്നത് ഒരു പക്ഷേ 300, 400, 500 ഏക്കർ ഭൂമിയൊക്കെ ഇതേപോലെ വ്യാജ പട്ടയങ്ങളൊക്കെ ഉണ്ടാക്കി ആരുടെയെങ്കിലും ഒക്കെ പേരിൽ ഈ രജിസ്റ്റർ ചെയ്യുന്നതിനൊക്കെ ഉണ്ടാകുമായിരിക്കും. റവന്യൂ വകുപ്പിന്റെ ശ്രദ്ധയിലേക്ക് ന്യൂസ് മലയാളം ഈ വാർത്ത വയ്ക്കുകയാണ്. പ്രത്യേക ശ്രദ്ധയോടുകൂടി ഈ വാർത്തയെ കേൾക്കണം, പരിഗണിക്കണം.